കേരളത്തിന് മുകളിൽ മോദിയും കൂട്ടരും വട്ടമിട്ട് പറക്കുകയാണ്. 2 അക്ക സീറ്റ് പിടിക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും 2 സീറ്റിൽ മാത്രമാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുൻതൂക്കം കൽപ്പിക്കുന്നത്. തിരുവനന്തപുരവും തൃശൂരും. ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് വഴി തെളിയുന്നുമുണ്ട്. കേരളത്തിൽ BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലെയും പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ. സർവ്വസന്നാഹങ്ങളും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉപയോഗപ്പെടുത്തി തന്നെയാണ് BJPയുടെ പ്രചാരണം. സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ അണിനിരത്തിയുള്ള ക്യാമ്പയിൻ. വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ദേശീയ നേതാക്കൾ എത്തുന്നത്. മോദിയും അമിത്ഷായും നിരവധി തവണ കേരളത്തിലെത്തി. രണ്ടും കൽപ്പിച്ചുള്ള ഈ പുറപ്പാട് കേരള മണ്ണിൽ കാലൂന്നാൻ ഉറപ്പിച്ചു തന്നെയാണ്. പക്ഷെ ഇതൊക്കെ മതിയാകുമോ താമര വിരിയാൻ? മോദി എന്നൊരാളെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ രീതിക്ക് പണ്ടത്തെ അത്ര സ്വീകാര്യതയില്ലെന്ന് തന്നെയാണ് കേരളത്തിലെ പ്രധാന തിരിച്ചടി. മോദിക്ക് ഏറ്റവും റീച്ച് കുറവുള്ള സംസ്ഥാനങ്ങൾ ഒന്നുകൂടിയാണ് കേരളം എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. BJP പ്രവർത്തകർ ക്രിസ്മസ് സമയത്ത് വീട് വീടാന്തരം കയറിയിറങ്ങി ഉണ്ടാക്കിയ മതസൗഹാർദ്ദാന്തരീക്ഷം മണിപ്പൂർ കലാപത്തിലും പൗരത്വ നിയമത്തിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വന്നതോടെ തകിടം മറിഞ്ഞു. ഇത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് അകറ്റി. NDAയിലെ സഖ്യകക്ഷിയായ BDJSുമായുള്ള കൂട്ടുകെട്ട് കാര്യമായി വർക്കൗട്ട് ആകുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നിലവിലെ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് കോടീശ്വരന്മാരായ വ്യവസായികളെയും കേന്ദ്രമന്ത്രിമാരെയും സിനിമാ താരങ്ങളെയും നൂലിൽ കെട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയാക്കിയത് താഴേക്കിടയിലെ അണികൾക്ക് പോലും ദഹിച്ചിട്ടില്ല. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുന്നതുൾപ്പെടെയുള്ള വർഗീയ പരാമർശങ്ങളും വോട്ടർമാർക്കിടയിൽ അപമതിപ്പുളവാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഗ്യാസ് ഇന്ധന വില വർധനയും സാധാരണക്കാർക്കിടയിൽ സജീവ ചർച്ചാ വിഷയമാണ്. അതേസമയം മോദി ഗ്യാരണ്ടിയും BJPയുടെ വികസന വാഗ്ദാനങ്ങളും ആളുകളെ ആകർഷിക്കുന്നു. ഇതൊക്കെ വോട്ടായി മാറുമോ എന്നറിയാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം.